ഹായ് ഓൾ, വെൽക്കം ടു സ്വിസ് മലയാളി യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ മകളുടെ ആദ്യത്തെ സ്കൂൾ ദിവസമാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് കുട്ടികളുടെ സ്കൂളിംഗ്, എങ്ങനെയാണ് അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ, കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായി കൺവേ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂളിംഗ് എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് രീതിയിൽ നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ചെയ്യാം. അതായത് പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും. പബ്ലിക് സ്കൂൾസും ഉണ്ട്, പ്രൈവറ്റ് സ്കൂൾസും ഉണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുമായി കൺവേ ചെയ്യാം. ആദ്യം തന്നെ എൻ്റെ മകളുടെ ആദ്യത്തെ സ്കൂളിൻ്റെ അവളുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറയാം. അപ്പോൾ വെൽക്കം. ഒരാളിവിടെ നല്ല ഉറക്കാണ് കേട്ടോ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എത്ര വട്ടം വിളിച്ചാലാണ് എഴുന്നേൽക്കാന്നുള്ളത് കണ്ടറിയണം. നീ സ്കൂളിൽ പോണ്ടേ? ദേവിട്ടാ, ഇതാണ് കേട്ടോ എൻ്റെ മോള് ദേവുട്ടാ. ദേവനന്ദ എന്നാണ് പേര്. ഞങ്ങളിങ്ങനെ ദേവുട്ടി ദേവുട്ട എന്നൊക്കെ വിളിക്കും. ദേവുട്ടി, വേക്കപ്പ് വേക്കപ്പ് വേക്കപ്പ്, എഴുന്നേക്കൂ. അത് ഭയങ്കര മടിയാണ്, കാലത്ത് എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. എത്ര വട്ടം വിളിച്ചാലാ എഴുന്നേൽക്കുക? ദേവുട്ടി. ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷം ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഫോണിലോട്ട്. ദേവുട്ടി, പല്ല് തേക്കൂ, സമയമായി. ബ്രഷ് പേസ്റ്റ് രണ്ടും ഉണ്ട് കേട്ടോ. എടുത്തിട്ട് പല്ല് തേക്കൂ. പെട്ടെന്ന് ചെയ്യൂ, എന്നിട്ട് വേണ്ടേ പോവാൻ. ഗുഡ്. ഉള്ള കാര്യങ്ങളിലാണ്.
സ്കൂളിലോട്ട് ആദ്യ ദിവസം പോകുന്നതിൻ്റെ ഒരു മടി, ചെറിയ മടി. നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം കുറച്ച് ദിവസമായിട്ട് ആൾ വീട്ടിൽ തന്നെയാണ്. ഒരു ഏകദേശം ഒരു 20 days ആയി അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മടി, കുറേ നാളായി വീട്ടിലിരുന്നതിൻ്റെ ഒരു മടി. നാട്ടിൽ അവൾ UKG അപ്പോൾ നമ്മൾ UKG അവിടുന്ന് പേര് വെട്ടി അവിടുന്ന് TC വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ അവളെ ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് കിൻഡർഗാർഡനിലാണ്, കിൻഡർഗാർഡൻ 2-ലാണ്. അവളെ നാട്ടിൽ UKG കിൻഡർഗാർഡൻ 2 തന്നെയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം ക്ലാസ് തന്നെയാണ്. അപ്പോൾ അറിയാലോ, നാട്ടിൽ നിന്ന് വന്നതാണ്. ഇവിടെ ലാംഗ്വേജ് ജർമ്മനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പബ്ലിക്കും പ്രൈവറ്റും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് പബ്ലിക് സ്കൂൾസാണ്. പബ്ലിക് സ്കൂൾ ഇവിടെ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. നമുക്ക് കുട്ടികൾക്ക് പഠനം ഫുള്ളി ഫ്രീ ആണ്. പഠിപ്പ് മാത്രമല്ല, ഒരു തരത്തിലുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10th വരെ അങ്ങനെ തന്നെയാണ്. നമുക്ക് വേറെ ചിലവുകളൊന്നുമില്ല, ഫ്രീ ആണ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ അറിയാലോ, നാട്ടിൽ നിന്ന് വന്ന ആളുകൾക്ക് കുട്ടികൾക്ക് ജർമ്മൻ ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ മീഡിയം ജർമ്മൻ ആയിരിക്കും. പബ്ലിക് സ്കൂളുകളിലൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ മീഡിയത്തിലാണ് അവർ പഠിപ്പിക്കുക. പക്ഷേ ഇതുപോലെ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് അവർ സപ്പോർട്ട് കൊടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നാണ് ഫസ്റ്റ് ഡേ. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിയാൻ പറ്റും. ആള് പോകാൻ റെഡി ആയി, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, സ്കൂളിലോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ക്ലാസ് ടൈം ഏകദേശം 8:15 നമ്മളുടെ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ട് ടൈം എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സോ നമുക്ക് ഇവിടുന്ന് 10 minute വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ സ്കൂളിലോട്ട്. നമുക്കൊരു 7:50 8 മണി ആ നേരത്തെ ഇറങ്ങിയാൽ മതി. 8:15 ടൈം. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോറി, 1 മണിക്കൂറല്ല, 10 minute വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ക്ലാസ് കഴിഞ്ഞു, നല്ല ഹാപ്പിയാണ്, സൂപ്പറായിരുന്നു. അങ്ങോട്ട് ക്ലാസ് കയറുന്നത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ തിരിച്ചിറങ്ങുന്നതാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. 2 മണിക്കൂർ ക്ലാസ്സിലിരുന്നു. അപ്പോൾ ഓക്കെയാണ്. ഇതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണി ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? ഫസ്റ്റ് ഡേ സൂപ്പറായിരുന്നോ? എന്താ പറഞ്ഞു ടീച്ചർ? എന്താ പറഞ്ഞേ? ആണോ? എന്നിട്ട് ഉണ്ണിക്ക് ഇഷ്ടായോ? നാട്ടിലെ സ്കൂള് ആണോ? നാട്ടിലെ സ്കൂളാ ഇഷ്ടം, ഇവിടുത്തെ സ്കൂളാ ഇഷ്ടായേ? ആണോ? അടിപൊളി.
ഇനി ഞാൻ സ്വിറ്റ്സർലാൻഡിലെ എഡ്യൂക്കേഷനെ കുറിച്ചൊന്ന് പറയാം. അതായത് സ്വിറ്റ്സർലാൻഡ് എന്നല്ല, എല്ലാ യൂറോപ്യൻ കൺട്രീസിലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ കമ്പൽസറിയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അറിയാലോ, നമുക്ക് RP കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കുട്ടികളെ രജിസ്ട്രേഷൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മളുടെ കുട്ടികളുടെ സ്കൂളിങ്ങിനെ കുറിച്ച് നമ്മളൊരു ഡിസിഷൻ എടുത്തിരിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2 മീഡിയം ഉണ്ട്, പബ്ലിക്കും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. നമ്മൾ ഏത് മീഡിയത്തിൽ പഠിപ്പിക്കുന്നു, ഏത് മീഡിയമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായും ആ ഒരു പീരീഡിനുള്ളിൽ നമ്മൾ തീരുമാനിച്ചിരിക്കണം. RP കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു ഓഫീസുണ്ട്, സ്റ്റാഡ് എന്നാണ് ഇവിടെ അതിനെ പറയുന്നത്. നമ്മൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം കൂടി തീരുമാനിച്ച് നമ്മളവിടെ അറിയിക്കേണ്ടതാണ്. കാരണം അത് ചെയ്തില്ലെങ്കിൽ അത് നിയമപരമായി ഇവിടെ കുറ്റമാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു മുൻകരുതലും കൂടിയും, അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു ഡിസിഷനും കൂടി എടുത്തിട്ട് വേണം ഈ വക രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പോകാൻ. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി പോയ സമയത്ത് തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ട് ഒരു 2 വീക്സ് ആയിട്ടുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ അതേ സമയം നമുക്ക് അറിയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാഡിൽ പോയ സമയത്ത് തന്നെ നമ്മൾ എന്താണ് ഇനി എഡ്യൂക്കേഷന് വേണ്ടി ചെയ്യുന്നത്, നമ്മൾ പബ്ലിക് സ്കൂളുകളിലാണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവരോട് കൺവേ ചെയ്തു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് നമ്മളവിടെ എൻക്വയറി ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ഫോം തന്നു. ആ ഫോമിൽ നമ്മൾ കുട്ടിയുടെ ഡീറ്റെയിൽസ്, നിലവിൽ കുട്ടി നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്, ഈ വക ഡീറ്റെയിൽസ് എല്ലാം നമ്മളതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫാദറിൻ്റെയും മദറിൻ്റെയും ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, മെയിൽ ID കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർ നമ്മളോട് പറയും കുട്ടിയെ ഏത് ക്ലാസ്സിൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോള് UKG-യിലായിരുന്നു പോരുന്ന സമയത്ത്. സോ ഞാൻ ആ ഇൻഫർമേഷൻ ഈ പറയുന്ന ഫോമിൽ ഫില്ല് ചെയ്തു. അതുപോലെ തന്നെ കുട്ടി നമ്മൾ ഏത് ക്ലാസ്സിലാണെങ്കിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജനുവരിയിലാണ് ഇവിടെ വന്നത്. സോ UKG കംപ്ലീറ്റഡ് അല്ല മകളുടെ. സോ അതവർക്കറിയാം. അത് ഒരു വിഷയമല്ല. ഇപ്പോൾ KG കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കിൻഡർ ഗാർഡൻ കംപ്ലീറ്റഡ് അല്ല എന്നുള്ളതൊരു പ്രശ്നമല്ല. കാരണം ഇവർ കുട്ടിയുടെ ഏജും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഏത് ക്ലാസ്സിലോട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇവർ തീരുമാനിക്കും. അതിനുശേഷം അവർ നമ്മളെ അറിയിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് മെയിൽ വന്നു, ഇന്ന ദിവസം ഇന്ന സ്കൂള്, അവിടെ നമ്മൾ കുട്ടിയുമായി ചെല്ലണം എന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻ വന്നു. അപ്പോൾ എൻ്റെ മോളുടെ ഏജും കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് അവർ കിൻഡർ ഗാർഡൻ 2, അതായത് നമ്മുടെ നാട്ടിലെ UKG എന്ന് പറയുന്ന പോലെ കിൻഡർ ഗാർഡൻ 2 ആണ് അവർ നമുക്ക് പ്രിഫർ ചെയ്ത് തന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ നോർമലി സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഓഗസ്റ്റ് സമയത്താണ്. പക്ഷേ നമ്മളിപ്പോൾ ജനുവരിയിൽ വന്ന കാരണം കൊണ്ട് തന്നെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യേണ്ട. അവർ നമ്മളെ കിൻഡർ ഗാർഡനിൽ ഇരുത്തും. അപ്പോൾ കിൻഡർ ഗാർഡനിൽ നമ്മൾ പോകുമ്പോൾ ഈ ലാംഗ്വേജിനുള്ള സപ്പോർട്ട് കൂടി, അഡീഷണൽ സപ്പോർട്ട് കൂടി അവർ തരും. ഇപ്പോൾ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലാംഗ്വേജ് പിക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അവരതിനുള്ള അഡീഷണൽ ട്രെയിനിങ്ങും കൊടുക്കും. ആ രീതിയിലാണ് അവർ എഡ്യൂക്കേഷൻ, ഈ മോളുടെ എഡ്യൂക്കേഷൻ അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ കിൻഡർ ഗാർഡനിൽ വിട്ടുപോലെ തന്നെ ഇനിയിപ്പോൾ 6 മാസത്തോളം ഉണ്ട് ഇവിടുത്തെ ശരിക്കും ക്ലാസ് തുടങ്ങാൻ വേണ്ടി. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ക്ലാസ്സിലോട്ടാണ് അഡ്മിഷൻ എന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ഫോമിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തത് ഓൾറെഡി UKG ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് ഓപ്റ്റ് ചെയ്തത്. സോ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല, കാരണം അവൾക്കൊന്നാമത് ലാംഗ്വേജിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ അവളുടെ ഇപ്പോൾ ഒരു മിഡായല്ലോ, ഇവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം മിഡിലായി. അതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ ഒരു 6 മാസം ലാംഗ്വേജ് പിക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് അവർ തന്ന ഇൻറ്റിമേഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് മെയിലായിട്ടാണ് ഇൻറ്റിമേഷൻസ് വരിക. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് കുട്ടിയുടെ ക്ലാസ് കാര്യങ്ങൾ, ടൈം കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് അവർ തന്ന മെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ മെയിൽ പ്രകാരം നമ്മൾ പറഞ്ഞ ലൊക്കേഷനിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ നമുക്ക് വോക്കബിൾ നിയർ ബൈ ഏതാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് തരും. ഏറ്റവും അടുത്ത് തരാവുന്ന സ്കൂൾ ഏതാണെങ്കിൽ അവിടെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിൽ പോയി പഠിപ്പിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അത് ഇന്ത്യയിൽ മാത്രമേ തന്നെ ഉള്ളൂ. വേറെ എവിടെ പോയാലും നമുക്ക് അതിൻ്റേതായ റൂൾസ് ഉണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടാകും, നമുക്ക് പറ്റുമായിരിക്കും. പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക. നമ്മുടെ ലൊക്കേഷനിലുള്ള സ്കൂളുകളിൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്ക്. അതങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും അങ്ങനെയാണ്.
സോ ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു അഡ്മിഷൻ്റെ പ്രൊസീജിയർ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എഡ്യൂക്കേഷൻ കമ്പൽസറി പബ്ലിക് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഫുള്ളി ഫ്രീ ആണ്. നമുക്കതിന് വേറെ ചിലവുകളൊന്നും വരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കിൻഡർ ഗാർഡനിൽ മോളെ ആക്കിയപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്, അതായത് കുട്ടിക്ക് കൊടുത്തുവിടേണ്ട ഫുഡ്. എൻ്റെ മോൾക്കിപ്പോൾ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ആഫ്റ്റർനൂൺ ക്ലാസ് ഉള്ളൂ. അതുവരെ ബാക്കി 3 ദിവസവും നമുക്ക് ഉച്ചവരെ മാത്രമേ ക്ലാസ് ഉള്ളൂ. അതുപോലെ തന്നെ ഫുഡ് കൊടുത്തു വിടേണ്ട, സ്നാക്സ് കൊടുത്തു വിടേണ്ട അവരുടെ ഒരു മെനു ഉണ്ട്. അവർക്ക് നമുക്കൊരു മെനു കാർഡ് പോലെ അല്ലെങ്കിൽ അവിടെ സ്കൂളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഫോട്ടോ എടുത്ത് പോകുന്നു. അതുപോലെ തന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. വളരെ പ്ലസൻ്റ് ആണ്, നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ അവിടെ പോയിട്ട് നല്ല കൂളായിട്ട് തിരിച്ചു വന്നു, പ്രശ്നമൊന്നുമില്ല. അവർ മോളോട് സംസാരിക്കുന്ന മുഴുവൻ നമ്മളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുമെങ്കിലും കുട്ടിയോട് സംസാരിക്കുന്ന മുഴുവൻ ജർമ്മനിലാണ്. കാരണം അവളെ പഠിപ്പിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഉദ്ദേശം. സോ അവരുടെ കമ്മ്യൂണിറ്റി പക്ഷേ വളരെ പ്ലസൻ്റാണ്. കുട്ടികൾക്ക് ഞാൻ വിചാരിച്ചു മോള് ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ അവർ വളരെ പ്ലസൻ്റാണ്. നമ്മുടെ നാട്ടിലെ സ്കൂളിലെ പോലെയൊന്നുമല്ല. അപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നാട്ടിലെ എൻ്റെ മോളെ ഞാൻ പഠിപ്പിച്ചതാണ് സ്കൂളിൽ 2 കൊല്ലം. സോ ആ ടൈമിൽ ഉള്ള അവരുടെ ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിലും പുറത്തുള്ള ആളുകളുടെ ബിഹേവിയറൊക്കെ ഭയങ്കര ചില ആയമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ബിഹേവിയർ ഭയങ്കര റൂഡായിരുന്നു. പക്ഷേ നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും വളരെ 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 ഹാപ്പിയാണ് നമ്മളിപ്പോൾ അവിടെ ചെന്ന് കണ്ടത് പ്രകാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടി അവളത് ടേക്കപ്പ് ചെയ്ത് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു 2 to 3 weeks അവർക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതായത് അവർ തന്നെ നമ്മളോടത് പറഞ്ഞു, നല്ല ബുദ്ധിമുട്ടാവും, കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അവൾക്കത് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ നമ്മളതാണ് പ്ലാൻ, അവളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്നാലും വലിയ കുഴപ്പമില്ല അവൾക്ക്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒരു സെറ്റപ്പ് അല്ല കിൻഡർ ഗാർഡൻ. വളരെയധികം നല്ല കളിക്കാനുള്ള ഒരുപാട് ഫെസിലിറ്റീസും അങ്ങനെ ഒരുപാട് ടോയ്സും കാര്യങ്ങളെല്ലാം ഫിൽഡാണ് അവരുടെ കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവളും ഹാപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്കൂളിന്. ഇനി കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.